ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 102 മണ്ഡലങ്ങൾ മറ്റന്നാൾ ബൂത്തിലെത്തും. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. സിഎഎയും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. വിവരങ്ങളുമായി അനീഷ് കെ ശിവദാസ് ചെന്നൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ നാഗ്പൂരിൽ നിന്നും ചേർന്നിട്ട്. ആദ്യം അനീഷ് കെ ശിവദാസിലേക്കാണ്. അനീഷ്, ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും ബൂത്തിലെത്തുന്നുണ്ട്. എന്തൊക്കെയാണ് പരസ്യ പ്രചാരണം അവസാനിച്ചപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ? ഉന്മേഷ്, കാടിളക്കിയുള്ള പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റന്നാൾ തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും വിധി എഴുതും. ഇത്തവണ 17 സംസ്ഥാനങ്ങൾക്കും 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒപ്പമാണ് തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഒറ്റഘട്ടമായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ്. ചെന്നൈയിൽ തമിഴ്നാട്ടിൽ വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത്. 68,321 പോളിംഗ് സ്റ്റേഷനുകളാണ് തമിഴ്നാട് ജില്ലയിൽ മൊത്തത്തിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് ചെന്നൈ ജില്ലയിലാണ്, 3726. അങ്ങനെ നോക്കുമ്പോൾ ഈ എല്ലാ ഒരുക്കങ്ങളും, വോട്ടെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നാളെ പോളിംഗ് സാമഗ്രികൾ രാവിലെ മുതൽ തന്നെ വിതരണം ചെയ്യും. ഇത് യഥാക്രമം പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കും. മറ്റന്നാൾ വോട്ടെടുപ്പിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് ജനവിധി മാത്രമാണ്. ഏതായാലും ഒരു മാസം നീണ്ട പ്രചാരണത്തിനാണ് തമിഴ്നാട് സാക്ഷിയായത്. BJP വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനത്ത് ഇത്തവണ വാശിയേറിയ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും അണ്ണാ DMK സഖ്യവും ഒപ്പം BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഇങ്ങനെ ശക്തമായ ത്രികോണ മത്സരമാണ് തമിഴ്നാട് ഇത്തവണ കണ്ടത്. വാശിയേറിയ പോരാട്ടത്തിൽ നിരവധി ദേശീയ നേതാക്കൾ തമിഴ്നാട്ടിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ അവസാന മണിക്കൂറുകളിലും നേതാക്കൾ വലിയ പ്രചാരണമാണ് അഴിച്ചുവിട്ടത്. ബസന്ത് നഗറിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ നേതൃത്വം നൽകുന്ന പൊതുയോഗമുണ്ടായിരുന്നു. മറ്റു മണ്ഡലങ്ങളിൽ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു BJP സ്ഥാനാർത്ഥികളുടെ ഇന്നത്തെ പ്രചാരണം. ഡോക്ടർ തമിഴിസൈ സൗന്ദരരാജൻ, ഒപ്പം വിനോജ് P. സെൽവം, ഒപ്പം ജയവർദ്ധൻ തുടങ്ങിയ നേതാക്കളെല്ലാം നഗരം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രചാരണം നടത്തിയത്. ഏതായാലും 6 മണിയോടുകൂടി പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചാരണം മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റന്നാൾ തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും വിധിയെഴുതും. അനീഷ് കെ ശിവദാസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീനാഥ് ചന്ദ്രൻ നാഗ്പൂരിൽ നിന്ന് ചേർന്നുണ്ട്. ശ്രീനാഥ്, നാഗ്പൂരിൽ നൽകാനുള്ള വിവരങ്ങൾ? ഉദ്ദേശം 5 മണ്ഡലങ്ങളിലാണ് മഹാരാഷ്ട്രയിൽ ഇത്തവണ ആദ്യ ഫേസിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മണ്ഡലം നാഗ്പൂർ, വിദർഭ മേഖലയിലാണ് ഈ നാഗ്പൂർ വരുന്നത്. നാഗ്പൂരിൽ ശ്രദ്ധേയമാവുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ മുഖം തന്നെയാണ്. നിതിൻ ഗഡ്കരിയെ പോലെ കോൺഗ്രസ്, BJP അവരുടെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളെ രംഗത്ത് ഇറക്കുന്നു. കഴിഞ്ഞ 2 തവണയും 2 ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിച്ച അദ്ദേഹത്തിന് 3ാമത്തെ ടേമിൽ ഈ ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടി കഴിയുമോ, അല്ല കോൺഗ്രസ് ഒരു അട്ടിമറി നാഗ്പൂരിൽ നടത്തുമോ എന്നതാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 2 തവണയും കണ്ടതുപോലെ ആയിരുന്നില്ല. ഇത്തവണ നിതിൻ ഗഡ്കരി കാര്യമായി തന്നെ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹത്തിന് കുറച്ച് ആത്മവിശ്വാസം അധികം ഉണ്ടായിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. ഇത്തവണ ഏതായാലും പോരാട്ടത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കി അദ്ദേഹം വലിയ പ്രചാരണം നടത്തുന്നു. പക്ഷേ അവസാന ദിനമായ ഇന്ന് പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന ദിനത്തിൽ വലിയ റാലികളോ മറ്റും ഒന്നും തന്നെ ഇരു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. രാമനവമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഘോഷയാത്രയും മറ്റും നടക്കുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികളുടെ കലാശക്കൊട്ട് പോലെയുള്ള പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ക്ഷേത്രങ്ങളിലായിരുന്നു ഇരു നേതാക്കളും ഇന്ന് വൈകിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഗഡ്ചിരോളി അടക്കമുള്ള മറ്റ് ഇടങ്ങളിലേക്ക് വന്നാൽ ഗഡ്ചിരോളിയിൽ തെരഞ്ഞെടുപ്പ് വലിയ സുരക്ഷയിലാണ് നടക്കുന്നത്. ഗഡ്ചിരോളി പോലെ ഒരു മണ്ഡലം കൂടി ഉള്ളത് കൊണ്ടാണ് വെറും 5 മണ്ഡലങ്ങളിൽ മാത്രം ആദ്യഘട്ടത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാവോയിസ്റ്റ് ബാധിത മേഖലയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രപൂരിൽ നിന്ന് മാത്രമായിരുന്നു ഒരേ ഒരു MP അവർക്ക് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് അയക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ മണ്ഡലം നിലനിർത്തുക എന്നത് കോൺഗ്രസിന് നിർണായകമാണ്. ആ MP നേരത്തെ ജയിച്ചു വന്നയാൾ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുമുണ്ട്. ഏതായാലും ഇരു പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം ബലാബലം ഒരു പോരാട്ടം നടക്കും എന്നതാണ് പ്രചാരണ ഘട്ടത്തെ വിലയിരുത്തുമ്പോൾ പറയാൻ കഴിയുക. ശ്രീനാഥ് ചന്ദ്രനാണ് നാഗ്പൂരിൽ നിന്ന് വിവരങ്ങൾ.